അലർജിക് റെസ്പോൺസ് കൂടുതലായിട്ടുള്ള അലർജി സംബന്ധമായ രോഗങ്ങളുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അലർജി ഉണ്ടാക്കുന്ന വസ്തു, അതായത് അലർജി നമ്മുടെ ബോഡിയിൽ അലർജിക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അലർജിക് റൈനൈറ്റിസ് ആയിട്ട് വരാം, എക്സീമ ആയിട്ട് വരാം, സ്കിന്നിൽ കാണുന്ന ചേഞ്ചസ് ആയിട്ട് എക്സീമ ആയിട്ട് വരാം. അതല്ല ഫുഡ് അലർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് സ്കിന്നൊക്കെ ദേഹം ചൊറിഞ്ഞ് തടിച്ചിട്ട് റെഡ് കളറിലൊക്കെ വന്നിട്ട് ഇച്ചിങ്ങൊക്കെ വന്നിട്ട് എറിത്തിമ പോലെ വരാം, അലർജി അങ്ങനെ വരാം. അലർജി ചില സമയത്ത് ശ്വാസമുട്ടലായിട്ട് വരാം. അപ്പം അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിലും അങ്ങനെയുള്ള ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇച്ചിങ് അങ്ങനെ പല രീതിയിലാണ് അലർജി എപ്പോഴും സിംറ്റംസ് എപ്പോഴും പേഷ്യൻസിനുണ്ടാകുന്നത്. അപ്പം അലർജിക്കായിട്ടുള്ള ഒരു പേഷ്യൻ്റ് അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അലർജിക് റൈനൈറ്റിസ്, അതായത് തുടർച്ചയായിട്ടുള്ള തുമ്മൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ജലദോഷം, മൂക്കൊലിപ്പ് അങ്ങനെ വരുന്ന പേഷ്യൻസ് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം, അതായത് അവർക്ക് എപ്പോഴും പറയുമ്പോഴത്തേക്കിനും ഡസ്റ്റ് അലർജി ഉണ്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ ചില പെർഫ്യൂം, പൗഡർ, ചില പൂവിൻ്റെ അതായത് പോളൻ ഗ്രെയിൻസൊക്കെ, അതായത് പൂമ്പൊടി അവർക്ക് അലർജി കാണും. അതായത് പ്രത്യേകിച്ചും ഈ റബ്ബർ, അക്കേഷ്യ അങ്ങനെയുള്ള മരങ്ങളുടെ പൂമ്പൊടിയൊക്കെ അലർജി കാണും. അപ്പോൾ ചിലർക്കത് സീസണലായിട്ടായിരിക്കും വരുന്നത്, ഡ്രൈ സീസൺ, അതായത് വിൻ്റർ സീസൺ. നമുക്ക് കേരളത്തിൽ അങ്ങനെ വിൻ്റർ സീസൺ വേറെ സ്ഥലങ്ങളിലെ പോലെ ഇല്ലെങ്കിലും അങ്ങനെ ഒരു വിൻ്റർ സീസണിൽ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ അലർജി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസും ഈ കുറേ നാളുകളായിട്ട് തുമ്മലൊക്കെ ഉള്ള പേഷ്യൻസ് എപ്പോഴും അവരുടെ ഒരു ടെൻഡൻസി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് അലർജിയുടെ ടാബ്ലറ്റ് സ്ഥിരമായി ഒരുപാട് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി എല്ലാ പേഷ്യൻസും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ അലർജി റെസ്പോൺസ് നിങ്ങൾക്ക് ആദ്യം അത് എന്ത് സാധനം കൊണ്ടാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സ്കിൻ പ്രിക് ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബേസിക്കായിട്ട് ഈസ്നോഫിൽ കൗണ്ട് നോക്കും. അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. സിറം IgE എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്ന ടൈപ്പ് എത്രമാത്രം നമ്മുടെ ബ്ലഡിൽ കൂടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് IgE. അത് ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ സ്കിൻ പ്രിക് ടെസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും അലർജിയുള്ള പേഷ്യൻസിന് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അലർജൻസ് കുറേ സാധനങ്ങൾ നമ്മൾ പേഷ്യൻറ്റിനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ സാധനമാണ് പോസിറ്റീവായിട്ട് വരുന്നതെന്ന് നമ്മൾ നോക്കുന്നതാണ് സ്കിൻ പ്രിക് ടെസ്റ്റ്. അപ്പോൾ അലർജിയുള്ള പേഷ്യൻസ്, അതായത് സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്കൊരു ഡയഗ്നോസ്, അതായത് എന്ത് സാധനമാണ് അലർജി ഉണ്ടാക്കുന്നത്. ചില സമയത്ത് നമ്മൾ അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റൊക്കെ ചെയ്താലും ചില ഇത് പേഷ്യൻസിൻ്റെതായിട്ട്, അതായത് നമ്മളതിൽ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അലർജിക്കായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അലർജിയുള്ള പേഷ്യൻസ് എപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യണം, അതായത് ഏത് സാധനത്തിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പേഷ്യൻസിനായിരിക്കും പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നത് അവർക്ക് ഏത് സാധനം എടുക്കുമ്പോഴാണ് കൂടുതൽ അലർജി വരുന്നത് എന്നുള്ളത്. അതായത് മിക്കപ്പോഴും പേഷ്യൻസിന് ഈ ചിലന്തി വല, വീട്ടിലെ പൊടി, ചോക്ക് പൗഡർ, ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ചോക്ക് പൗഡർ, അപ്പോൾ അങ്ങനെ അവർ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ചോക്ക് മാറ്റി അവർക്ക് പെന്നാക്കാം. കൂടുതലും അതായത് വീട് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ അവർക്ക് മാസ്ക് ധരിക്കാം, അല്ലെങ്കിൽ അധികം അവർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ അതങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടാണ് അലർജി ഉള്ള പേഷ്യൻസ് ചെയ്യേണ്ടത്. പിന്നെ ഫുഡ് അലർജി ഉള്ള പേഷ്യൻസ്, ആഹാരത്തിന് ഏതെങ്കിലും അലർജി ഉള്ള പേഷ്യൻസ് അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരത് അവോയ്ഡ് ചെയ്യുക, മാക്സിമം അവർക്ക് പറ്റുന്ന പോലെ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അലർജിക് റെസ്പോൺസിബിൾ ചിലർക്ക് വെയിൽ അലർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വെയിലത്ത് പോവുക. അപ്പോൾ അലർജിക് റെസ്പോൺസ് എപ്പോഴും പേഷ്യൻസ് അവരുടെ സൈഡിൽ നിന്നിത് എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അലർജിയുടെ ട്രീറ്റ്മെൻറ്റ്, അലർജി മെഡിസിൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല. നമ്മൾ അലർജിക് മെഡിസിൻസ് കൊടുത്ത് നമുക്കൊരു സപ്പോർട്ടീവായിട്ട് കൊണ്ടുപോകാനാണ് മെയിനായിട്ട് പറ്റുന്നത്. പിന്നെ അലർജിക് റൈനൈറ്റിസ്, അതായത് തുടർച്ചയായി തുമ്മൽ, മൂക്കൊലിപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡാണ്. അപ്പോൾ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച്, അതിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ സ്റ്റാർട്ട് ചെയ്യുക, അത് യൂസ് ചെയ്യുക. എന്നിട്ട് റെഗുലർ ഫോളോ അപ്പിന് ഡോക്ടറെ അടുത്ത് പോവുക. അപ്പോൾ അലർജി ഉള്ള പേഷ്യൻസിന് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അലർജി ഉള്ളപ്പം ഒരിക്കലും അതായത് ഒരു കൺസൾട്ടേഷൻ, ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ കൂടാതെ നിങ്ങൾ സ്വന്തമായിട്ട് അലർജി ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം അലർജിക് റെസ്പോൺസ് ചില സമയത്ത് അലർജി നമുക്കറിയില്ല, അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന് നന്നായി അലർജി ഉണ്ടെങ്കിൽ ഈ അലർജിക് റെസ്പോൺസ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് പേഷ്യൻസിന് ശ്വാസമുട്ടൽ വരെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ചെറിയ രീതിയിലുള്ള ശ്വാസമുട്ടൽ വരാനുള്ള ചാൻസസ് ഉണ്ട്, വലിയ രീതിയിലുള്ള ശ്വാസമുട്ട് വരാനും ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ മെഡിസിൻസൊക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ടെസ്റ്റ് ഡോസ് തന്നെ നമ്മൾ മെഡിസിൻസൊക്കെ മിക്കപ്പോഴും അലർജിയുള്ള മെഡിസിൻസൊക്കെ നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടാണ് കാഷ്വാലിറ്റിയിലൊക്കെ കൊടുക്കുന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ചില പേഷ്യൻസിന് നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത്, അതായത് ഒരു ചെറിയ ഡോസ് കൊണ്ട് തന്നെ അവർക്ക് അനാഫിലാക്സിസ് എന്ന് പറയും. അതായത് അലർജിയുടെ സിവിയർ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ശ്വാസമുട്ടൽ വരും, അതായത് നമ്മളുടെ ലാരിങ്സ്, അതായത് നമ്മളുടെ ത്രോട്ടിൽ, അതായത് വോക്കൽ കോട്ടിലൊക്കെ
എഡിമ വയ്ക്കും. അതായത് നീർക്കെട്ട് വന്നിട്ട് നമുക്ക് സൗണ്ട്, അതായത് നമ്മളുടെ ശ്വാസം അകത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ സിവിയർ അലർജിക് റെസ്പോൺസ് ഒക്കെ വരുന്ന പേഷ്യൻസിന് വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അലർജി ഉള്ള പേഷ്യൻസ് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. അവർക്ക് ഏതൊക്കെ സാധനമാണ് അലർജി എന്നവർക്ക് പറ്റുന്ന പോലെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്വയം ട്രീറ്റ് ചെയ്തിട്ട് ഒരു പരീക്ഷണം നടത്താതിരിക്കുക. പിന്നെ മിക്കപ്പോഴും അതായത് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിസിൻസ് ഒന്നും എടുത്തില്ല എങ്കിലും എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ലെന്നുണ്ടെങ്കിലും സാധാരണ വെള്ളത്തിൻ്റെ ആവി പിടിക്കുവാണെങ്കിൽ, അതായത് സ്റ്റീം ഇൻഹലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ അലർജിക് റൈനൈറ്റിസ് മാത്രം, അതായത് ഈ തുടർച്ചയായിട്ടുള്ള തുമ്മൽ മൂക്കൊലിപ്പ് മാത്രം ഒരു പരിധി വരെ ചെറുതായിട്ട് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അലർജിയുള്ള പേഷ്യൻസ് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അലർജി വരുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഒക്കെ എടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്.